പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വേഗത്തിൽ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥന. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് വേഗത്തിൽ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ്. ബൈബിൾ ഉടനീളം പഠിച്ചു നോക്കുമ്പോൾ പലവിധ പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയും. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന കാണാൻ കഴിയും. ഇങ്ങനെ അനവധി പ്രാർത്ഥനകൾ ബൈബിൾ പഠിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു സത്യം, അവൻ കണ്ണുനീരിന് മറികടക്കാത്തവനും കണ്ണുനീര് തുടയ്ക്കുന്നവനുമായ വലിയ ദൈവമാണ്. എന്നെ കേൾക്കുന്നവരെ, മനുഷ്യൻ്റെ മുമ്പിൽ കരയാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവം മറുപടി തരുമെന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. വേഗത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു മറുപടി ലഭിക്കണമെന്ന് വിശ്വസിക്കുന്നവർ ഈ മെസ്സേജ് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക്. യഹോവയുടെ കണ്ണ് നീതിമാന്മാർമേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും വേണ്ടി തുറന്നിരിക്കുകയാണ്. എങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, മറ്റാരും കാണാതെ നിങ്ങൾ ദൈവസന്നിധിയിൽ കരഞ്ഞതും കഴിഞ്ഞ രാത്രികളിൽ മുട്ടിപ്പായി ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 34-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഇതാ സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ അത് കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നാം കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കഷ്ടങ്ങളിൽ നിന്നും നമ്മുടെ കണ്ണുനീരിനും മറുപടി ഉണ്ട് എന്നുള്ളതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? ദൈവത്തോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരെ പ്രതിക്രിയ നടത്തി വേഗത്തിൽ രക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേഗത്തിൽ മറുപടി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നാം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 47-48 വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, തിമായിയുടെ മകനായ ബർത്തിമായി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവൻ നേരിടുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ യേശു അവൻ്റെ കണ്ണുനീരിനും മറുപടി കൊടുക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാം, നമ്മുടെ കണ്ണിൽ നിന്ന് വലിയവനായ യേശു നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുക തന്നെ ചെയ്യും. ഒന്നുകൂടെ നമുക്ക് സങ്കീർത്തനക്കാരുമായി ചേർന്ന് ചിന്തിച്ചാൽ 55-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ പറയാം, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാൻ അനുഭവിക്കുന്ന, ഞാൻ നേരിടുന്ന എൻ്റെ കഷ്ടതകളെ
എൻ്റെ ദൈവത്തിന് മുമ്പാകെ ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ കരയും. അടുത്ത പദം എഴുതിക്കുകയാണ്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നെ കേൾക്കുന്നവരെ, ഇത്രയും വാക്യം നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെയധികം അറിയപ്പെടുന്ന, വളരെയധികം പ്രസംഗിക്കുന്നവരെ ലോകത്തിന് അറിയാൻ പറ്റും, പക്ഷെ ദൈവത്തിന് അവരെ അറിയണമെന്നില്ല. ദൈവസന്നിധിയിൽ മുട്ടിപ്പായി കണ്ണുനീരോടെ കരയുന്ന ഓരോ ദൈവമക്കളെയും ദൈവത്തിന് നല്ലതുപോലെ അറിയാൻ കഴിയും. വേഗത്തിൽ മറുപടി ലഭിക്കുന്ന പ്രാർത്ഥന എന്ന മെയിൻ ചിന്തയിലേക്ക് നമുക്ക് വരികയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിൽ ആക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. 2-ാമത്തെ വാക്യം. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിനോട് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ വാക്യം. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകനായ ആമോസിന്റെ മകൻ യെശയ്യാവ് തൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ മരിച്ചു പോകും, അതുകൊണ്ട് നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തണം. ആ സമയത്ത് ഹിസ്കിയാ രാജാവ് തൻ്റെ മുഖം ചുവരിനോട് തിരിച്ചു വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നടന്നതും ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അവൻ ഏറ്റവും അധികം ദൈവസന്നിധിയിൽ കരഞ്ഞു. നമുക്ക് 4-5 വാക്യങ്ങളിലേക്ക് വരാം. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകുന്നതിന് മുമ്പേ അവന് യഹോവയുടെ അരുൾപ്പാട് ഉണ്ടായതെന്തെന്നാൽ, 5-ാമത്തെ വാക്യം. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ഇതാ പ്രവാചകൻ ദൈവശബ്ദം അറിയിച്ചിട്ട് തിരിച്ചു മടങ്ങിപ്പോകാൻ തയ്യാറാകുകയാണ്. ചില മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇത്രയും സമയം നാം ചിന്തിച്ചത്. എങ്കിൽ ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്നവരെ, പൂർണ്ണ ഹൃദയത്തോടും കണ്ണുനീരോടും കൂടെ എൻ്റെ കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളുടെയും കണ്ണുനീരിന് അങ്ങ് മറുപടി കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നതിനായി നന്ദി. ഒരുമിച്ച് ആ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണപ്പാ. ഈ പ്രഭാതം ഒരു അത്ഭുതത്തിൻ്റെ പ്രഭാതമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ആയിരങ്ങൾക്ക് അതൊരു വിടുതലും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ ഏറ്റവും അധികമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.